അവന്റെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ബാർക്കിംഗ് ആണ്. ഭയങ്കര ഇതാണ്. അപ്പൊ ആക്ച്വലി നമ്മള് ട്രെയിൻ ചെയ്യിച്ചായിരുന്നു ആളെ. പക്ഷെ ആളൊട്ടും ഓക്കെ അല്ല. ഇപ്പൊ ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് പറഞ്ഞത്. പക്ഷെ ആളിപ്പോ ഒട്ടും ഓക്കെ അല്ല. ഫുൾ ടൈം ബാർക്കിംഗ് ആണ്. പിന്നെ പേടിയുണ്ട് ആൾക്ക്. സൗണ്ട് ഇഷ്യൂസും കാര്യങ്ങളുണ്ട്. ലീഷ് പുള്ളിങ് ഉണ്ട്. അങ്ങനെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മുടെ അടുത്ത് മാറിയിട്ട് ഏകദേശം ഒരു 3 months ആയത്. അപ്പം ബേസിക് ആയിട്ടുള്ള ഒബീഡിയൻസും കാര്യങ്ങളും പ്ലസ് നമ്മളുടെ കുറച്ച് ഇഷ്യൂസ് പറഞ്ഞായിരുന്നു. ഇതുപോലെ ബാർക്കിങ്ങിന്റെ ഇഷ്യൂസ്, ലീഷ് പുള്ളിങ്, അതുപോലെ പേടി, സൗണ്ടിന് ഇഷ്യൂസും കാര്യങ്ങളുണ്ടായിരുന്നു. കൂട്ടി കിടക്കുന്നില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ കൊണ്ടുവന്നിട്ടാണെങ്കിലും ആളൊട്ടും ഓക്കെ അല്ലായിരുന്നു. പഴയതിനേക്കാളും കണ്ടീഷൻ ഭയങ്കര മോശമായിട്ടായിരുന്നു ചോദിച്ചത്. അപ്പൊ ഹെൽത്ത് ആണെങ്കിലും എല്ലാ രീതിയിലാണെങ്കിലും ആളൊട്ടും ഓക്കെ അല്ലായിരുന്നു. ആൾക്കാരെ കാണുമ്പോഴത്തേക്കും ജസ്റ്റ് ചാടി മേത്തേക്ക് കയറുന്ന ഒരു ശീലമുണ്ട്. അത് ഇപ്പം എല്ലാവരെ കാണുമ്പോഴാണെങ്കിലും ജസ്റ്റ് ഒരു ചാട്ടം ഉണ്ട് ആൾക്ക്. മേത്തേക്ക് ചാടുക, ഓടി വന്ന് ജസ്റ്റ് ചാടുക, അങ്ങനത്തെ ഒരു നമ്മുടെ ദേഹത്താണെങ്കിലും കയറാറുണ്ട്. ഒരാള് പോകുമ്പോഴത്തേക്കും ജസ്റ്റ് അവരുടെ പുറകെ നോക്കുക, അല്ലെങ്കിൽ വണ്ടി പോകുമ്പോഴത്തേക്കാണെങ്കിലും അങ്ങനെ ആ ഒരു ഇതുണ്ട്. ഡോഗ് ടു ഡോഗ് അഗ്രഷൻ ഉണ്ട്. വേറെ ആനിമൽ അഗ്രഷൻ ഉണ്ട്. ഹ്യൂമൻ അഗ്രഷൻ അങ്ങനെ തോന്നിയിട്ടില്ല, എങ്കിലും ഉണ്ട്. ആൾക്ക് ഭയങ്കര പേടിയുണ്ട് ആൾക്ക്. ഫുഡ് നമ്മൾ കൊടുക്കുന്നത് കീമയും റൈസ് കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവരുടെ ട്രെയിനിങ്ങിന്റെ അവിടെ പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞത് സ്വീറ്റ് പൊട്ടറ്റോ, അതേപോലെ തന്നെ ചാള ബോയിൽ ചെയ്തത്, അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. ആക്ച്വലി ആൾക്ക് ഇതിനേലും വെയിറ്റ് ഉണ്ടായിരുന്നു, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞ് അവര് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ട്രെയിനിങ് ചെയ്യുമ്പോഴത്തേക്കും ബോർഡിങ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയാണെന്നാണ് അവർ പറഞ്ഞത് നമ്മളോട്. ഇത്രയും വെയിറ്റ് ലോസ് ആവും. അത് കഴിഞ്ഞിട്ടൊരു അങ്ങനെ ആകുമ്പോഴത്തേക്കൊരു 5 days അല്ലെങ്കിൽ 10 days കഴിഞ്ഞിട്ട് നോർമൽ ബോഡി കണ്ടീഷൻ ആക്കിയിട്ട് അവർ കൊടുക്കൂന്നാ പറഞ്ഞത്. അപ്പൊ ഞാനൊന്ന് ബ്രോനോട് വിളിച്ച് കോൺടാക്ട് ചെയ്തായിരുന്നല്ലോ. ചെയ്ത സമയത്താണെങ്കിലും ബ്രോ പറഞ്ഞായിരുന്നു അങ്ങനെ ഇല്ല. ഞാൻ വീഡിയോസ് ആണെങ്കിലും കണ്ട ടൈമിലാണെങ്കിലും ഒരു ഡോഗിനും ഇതേപോലെ ഒരു കണ്ടീഷൻ വന്നിട്ടില്ല. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ അയച്ചായിരുന്നു. ഇപ്പൊ ആളുടെ ഹെൽത്ത് കണ്ടീഷൻ ആണെങ്കിലും ഇൻഫെക്റ്റഡ് ആയി എന്നുള്ള രീതിയിലാണ്, ഇൻഡസൈൻ ഇൻഫെക്റ്റഡ് ആയെന്നുള്ള രീതിയിലാണ് ആൾ കൂപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും ബ്ലഡും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഇപ്പോഴും കുറച്ചെങ്കിലും കണ്ടീഷൻ ഓക്കെ ആയത്. ഇവിടെ ഞാൻ ബോർഡിങ്ങില് ആക്കി, വണ്ടിയുടെ ഇതുണ്ട്. ഇവിടെ ബോർഡിങ്ങിലാക്കിയപ്പോഴാണ് ആൾക്ക് ഇത്രയെങ്കിലും നിക്കാൻ പറ്റും. ആൾക്ക് നിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലായിരുന്നു. ഒട്ടും നിക്കാൻ പറ്റില്ല. ഇപ്പൊ നോർമലി ബേസിക് ഒബീഡിയൻസ് എടുക്കുമ്പോൾ സിറ്റ് എങ്കിലും ചെയ്യേണ്ടതല്ലേ. ഇതൊന്നും ആൾ ഓക്കെ അല്ല ഒട്ടും. നമുക്ക് സമയം വേണം. ഇതിന്റെ സ്റ്റൊമക്കിന്റെ പ്രശ്നങ്ങൾ എന്തോലൊരു ഫീൽ ചെയ്യുന്നു ഒരു ഭാഗത്ത്. ആളുടെ ബോഡി ഇങ്ങനെ അല്ലായിരുന്നു. ഞാൻ ഫോട്ടോ കണ്ടു. അതെ, ഞാൻ ഫോട്ടോ കണ്ടോണ്ടാ ഇത്. ഫോട്ടോയിൽ ഇങ്ങനെ അല്ല. അടുത്ത പ്രശ്നം ഉണ്ടത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വണ്ടിയിലേക്ക് ഇടാം, അതിന്റെ ബാക്കി കാര്യം നോക്കാം. വണ്ടി പോലെ ഒന്ന് ഹോൾഡ് ചെയ്തോ. വേണ്ട, അത് പിടിച്ചോ. ആ ലീഷ് പുള്ളിയും കാണാം. നടന്നോ? ലീഷ് പുള്ളിയും കാണാം. അത് ഹോൾഡ് ചെയ്തോട്ടാ. ശരിക്കും വീഡിയോ എടുക്കുക. നടന്നോ. ലീഷ് പുള്ളിയും കാണാൻ വരും. അല്ല, അവിടുന്ന് കയറ്റാം, കുഴപ്പമില്ല. അവിടുന്ന് കയറ്റാം. അവിടെ മുമ്പിലേക്കല്ല, അപ്പൊ ഇടാൻ പറ്റില്ല. വേണ്ട, ഇങ്ങോ ക്യാമറ തുണിയൊന്നും വിട്ടോ. വേണ്ട, കുറച്ച് മാറ്റി. കേറോ കേറാ.
ഒന്ന് പൊക്കിയിടോ. ഇപ്പോഴാണെങ്കിലും വണ്ടിയിലേക്ക് ചാടുന്നത് ബ്രോ കണ്ടാണല്ലോ, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആൾക്ക് ഞാൻ പറഞ്ഞതിനേക്കാളും കൂടുതൽ കണ്ടീഷൻ, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ കണ്ടീഷൻ മോശമായി ഇപ്പൊ ആളുടെ. എനിക്കിപ്പോ അതുകൊണ്ട് ഇപ്പൊ എൻ്റെ അടുത്ത് ഇപ്പൊ ബോർഡിങ്ങിലാക്കിയേക്കണ കാരണം കൊണ്ടും എന്തൊക്കെ ചേഞ്ചസ് ആണ് ആൾക്ക് വന്നേക്കണേന്നുള്ളത് ആക്ച്വലി ഇപ്പൊ ഒന്നും കൂടി നോക്കേണ്ടി വരുള്ളൂ. കാര്യം ഞാൻ ട്രെയിനിങ്ങിന് ആക്കിയ ടൈമിലുള്ള ആളുടെ ക്യാരക്ടർ ആകെ മാറി. ട്രെയിനിങ് കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ ഫുള്ളി ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന അതേ ക്യാരക്ടർ പോലും അല്ല ഇപ്പൊ അത്. അതുകൊണ്ട് അത് പിടിക്കാൻ പേടിയില്ല ആൾക്ക്. ലീഷ് പുള്ളിങ് ആണ് മെയിൻ ആയിട്ട്. അതാണ് മെയിൻ ആയിട്ട് ലീഷ് പുള്ളിങ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അഗ്രഷൻ കാണിക്കുന്നുണ്ട് ചെറുതായി. ബെൽറ്റ് ഇടാൻ സമ്മതിക്കുന്നില്ല. ബെൽറ്റിന്റെ ഇഷ്യൂ ഉണ്ട്. കടിക്കുന്നുണ്ട്. നമുക്ക് ചങ്ങലയൊക്കെ ഇടുന്ന ടൈമിലാണെങ്കിലും ആ ടൈമില് ശബ്ദം പേടിയായിരുന്നു. അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞായിരുന്നു സൗണ്ട് ഇഷ്യൂ ഉണ്ട്. അപ്പൊ അപ്പം അതുപോലെ തന്നെ ഈ പടക്കമൊക്കെ പൊട്ടുമ്പോഴത്തേക്ക് സൗണ്ട് ഇഷ്യൂ. അതുപോലെ തന്നെ ഇവന്റെ കൂടിന്റെ ഷീറ്റാണ് ടോപ്പില്. അപ്പൊ അതിലെന്തെങ്കിലും വന്ന് വീഴുമ്പോഴാണെങ്കിൽ ഇപ്പൊ നമ്മൾ നോർമലി നടക്കുമ്പോഴാണെങ്കിൽ പോലും ചെരുപ്പിന്റെ ശബ്ദം കുറച്ച് ഉയർന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെയാണെങ്കിലും ആൾക്ക് ഭയങ്കര പേടിയുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട് ആൾക്ക്. അപ്പം ആ ഒരു പേടിയുടെ അത് മാറണം. പിന്നെ അതുപോലെ ലീഷ് പുള്ളിങ്, പിന്നെ ബൈറ്റിങ്ങിനുള്ള ടെൻഡൻസി ഉണ്ട്. ഇപ്പൊ നേരത്തെ അത്രയും ഉണ്ടായിരുന്നില്ലായിരുന്നു, ബൈറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നില്ലായിരുന്നു. ഇപ്പൊ ഇത്രയും വെഹിക്കിൾ വരുമ്പോഴാണെങ്കിലും ഇത്രയും അഗ്രഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കടിക്കാൻ പോകാനോ അങ്ങനെ ആ ഒരു ഇതും ബൈറ്റിങ്ങിന്റെ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ആൾക്ക് അഗ്രഷൻ ഒന്നും കൂടി കൂടി. മേ ബി എന്താന്നറിയില്ല. അത് അവര് പ്രോപ്പർ ഇപ്പൊ ആൾക്ക് ഒരു 2 years ആവാൻ പോകുന്നു. ഇല്ല, മാസ്ക് ഒന്നും ഇടാൻ സമ്മതിക്കുന്നില്ല. അങ്ങനത്തേതായിട്ടുള്ള ഒരു കാര്യങ്ങളും ആൾ ഓക്കെ അല്ല. ആളുടെ ഫേസ് ഇപ്പൊ 0 ലെവല. കണ്ടീഷൻ വളരെ മോശം. എന്റെ അടുത്ത് ഉണ്ടായിരുന്നപ്പോഴാണെങ്കിൽ ഇത്രയും കുഴപ്പമില്ലായിരുന്നു. ആൾക്ക് ലീഷിലാണെങ്കിലും ലീഷ് പുള്ളിങ് ആണെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രയും ഒരു ലോ ലെവലിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആളുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 0ലേക്കാളും താഴെയാണെന്ന് പറയേണ്ടി വരും. അത്രയും മൈനസ് ലെവലിലാണ് നിൽക്കുന്നത് ഇപ്പൊ ആള്. അപ്പൊ ഒന്നുമില്ല, സംഭവത്തിലാണ്. നല്ലൊരു ഡോഗായിരുന്നു. പക്ഷെ ഇപ്പൊ കണ്ടീഷൻ മോശമായി. അതിന്റെ സ്വഭാവം ഒരുപാട് മാറ്റങ്ങൾ വന്നു. ചെറിയ അഗ്രഷൻ കാണിക്കുന്നുണ്ട്. ലീഷ് ഇടുന്ന സമയത്ത് തന്നെ ലീഷിലേക്ക് കടിച്ചു വലിക്കുന്ന സ്വഭാവം വന്നിട്ടുണ്ട്. പലതും നമ്മൾ പഠിപ്പിക്കുന്ന സ്വഭാവമാണ്. എന്നുവെച്ചാൽ നമ്മൾ ഈ ടഗ് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അപ്പൊ ആ സമയത്ത് കയറിക്കൊള്ളുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് നേരാക്കി നല്ലൊരു ചെക്കനാക്കി മാറ്റിയെടുക്കാം. ഓക്കെ, ഇത് സ്ഥലം പ്രോപ്പർ കൊച്ചിയാണ്. കൊച്ചി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ട്രെയിനിങ് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നതാണ്. ഇത് പെട്ടെന്ന് ഒരു പ്രതീക്ഷിക്കാത്ത ട്രെയിനിങ് ആയിപ്പോയി. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം.